തിരുവനന്തപുരം ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പക്ക കരഭൂമിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളുള്ളത്. ഇതിനകത്ത് സെൻറ്റിന് 3 ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടി മുന്നേറിക്കാൻ നമ്മൾ തന്നെ പരസ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മുൻവശത്തുള്ള പ്ലോട്ടുകളൊക്കെ സെയിലായി, അതുപോലെ ഇടയിൽ നിന്ന് ഏതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു 4-5 പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ രീതിയിൽ നല്ല പക്ക ലെവൽ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ ഈസിലി എത്താൻ പറ്റുന്ന പുന്നക്കാട് ജംഗ്ഷൻ സമീപത്തായിട്ടാണ്. അതായത് ബാലരാമപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കല്ലമ്പലത്തിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താം. പുന്നക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇടത്തോട്ട് മാവർത്തല ശ്രീ സരസ്വതി ക്ഷേത്രം എന്ന് പറഞ്ഞ ആർച്ച് കാണാം. ഇതുവഴി ജസ്റ്റ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ പ്ലോട്ട് വിസിബിൾ ആവും. ഇനി നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിംസ് ഹോസ്പിറ്റലിന് മുന്നേ തന്നെ വലത്തോട്ടുള്ള റോഡ് കയറി പുന്നക്കാട് ജംഗ്ഷൻ വന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു SNDPയുടെ ഒരു ഹാള് കാണും. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഈ ഒരു ആർച്ച് കാണാൻ സാധിക്കും. അതുവഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. നമുക്ക് ആ ഒരു ആർച്ച് കയറി ജസ്റ്റ് ഒരു 30 മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലോട്ട് വിസിബിൾ ആണ്. ഇതിൽ മുൻവശത്തുള്ള പ്ലോട്ടൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി പിൻവശത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെൻ്റ് ഒരു 3 ലക്ഷം രൂപ മുതൽ അവൈലബിൾ ആണ്. ഇതാ ഈ രീതിയിൽ അകത്തേക്ക് ഒരു റോഡ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വീതിയുള്ള റോഡാണ്. അത് അങ്ങോട്ട് പോയി പിന്നീട് അകത്ത് ഇൻറ്റേർണൽ റോഡായിട്ട് കയറിയാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഇങ്ങോട്ട് ഈ റോഡ് ഫ്രണ്ടേജിലൊക്കെ വരുമ്പോൾ സെൻറ്റിന് 3.5 ലക്ഷം 3.60 ആ റേഞ്ചിലോട്ട് പ്രൈസ് മാറേ. നമുക്ക് ഏറ്റവും പിൻവശത്തുള്ള പ്ലോട്ടുകൾക്കാണ് ഞാൻ ഈ പറഞ്ഞ 3 ലക്ഷം രൂപയൊക്കെ വില വരുന്നത്. ഇതിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളുള്ള ലൊക്കേഷനാണ്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം വീടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി വന്നിട്ട് ഇതാ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറി വീണ്ടും അകത്തേക്ക് റോഡ് കയറുന്നുണ്ടാവും. ഇത് പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ലെവൽ പ്ലോട്ടാണ്, പക്ക കരഭൂമിയാണ്, ഡ്രൈ ലാൻഡാണ്. നമുക്ക് ഈ ബാലരാമപുരത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു വികസനം നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം ബേസ് ചെയ്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ജോയിൻ ആവുന്നത് ബാലരാമപുരത്താണ്. വിഴിഞ്ഞത്ത് നിന്നുള്ള റെയിൽവേ കണക്ടിവിറ്റി വരുന്നത് ബാലരാമപുരം ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ NHൻ്റെ വൈഡനിങ്, അതിപ്പം ബാലരാമപുരത്ത് ഇപ്പം വൈഡനിങ് പ്രോസസ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.